ദ ജേർണലിസ്റ്റിലേക്ക് മോദി പ്രഭാവം തകർന്നടിയുമെന്നും അധികാരം കയ്യിൽ വരുമെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമൊക്കെ മുന്നോട്ട് പോകുന്നത്. തരംഗമായി മാറുകയാണ് രാഹുലിന്റെ പ്രസംഗങ്ങളും ഇടപെടലുകളും. नरेंद्र मोदी कुछ नहीं करता है, सब कुछ अपने आप होता है. नरेंद्र मोदी को धरती पे परमात्मा ने भेजा है. बाकी सब लोग बायोलॉजिकल हैं, माता पिता से पैदा हुए हैं. नरेंद्र मोदी बायोलॉजिकल नहीं है. नरेंद्र मोदी जी ऊपर से टपक के आए हैं. उनको परमात्मा ने हिंदुस्तान भेजा है परमात्मा का काम करने के लिए. मजे की बात यह है कि परमात्मा ने उनको अदानी जी की मदद करने के लिए भेजा है, अंबानी जी की मदद करने के लिए भेजा है. मगर परमात्मा ने उन्हें किसान को मदद करने के लिए नहीं भेजा, मजदूर को मदद करने के लिए नहीं भेजा, जाति जनगणना करवाने के लिए नहीं भेजा. अजीब सी बात है भाइयों और बहनों. अगर सचमुच में परमात्मा ने भेजा होता तो परमात्मा कहते कि हिंदुस्तान के सबसे कमजोर लोगों की मदद करो, किसानों की मदद करो, मजदूरों की मदद करो, गरीबों की मदद करो. नरेंद्र मोदी जी के परमात्मा ने उन्हें कहा, नरेंद्र मोदी जी अदानी की मदद करो. हिंदुस्तान के सारे एयरपोर्ट अदानी को दे दो. हिंदुस्तान के पावर प्लांट्स को अदानी को दे दो. रेलवे अदानी को दे दो. 16 लाख करोड़ रुपए कर्जा माफ करो अदानी अंबानी का. ये कैसे परमात्मा है? ये नरेंद्र मोदी जी वाले परमात्मा है. കഴിഞ്ഞ ദിവസം മോദിയെ ബി.ജെ.പിയെ വാരിയെടുത്ത് അലക്കുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഈ പ്രസംഗം ഇപ്പോൾ രാജ്യം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷം പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് അന്ധമായ വർഗീയതയുമായി അമിത്ഷാ ഉൾപ്പെടെയുള്ള ബി.ജെ.പി നേതാക്കൾ കളം നിറഞ്ഞാടുമ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതെല്ലാം കൃത്യമായ പോയിന്റുകളാണ്. ഞങ്ങൾ രാജ്യത്തെ സമൃദ്ധിയിലേക്ക് നയിച്ചു എന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സംഘത്തിൻ്റെയും പൊള്ളത്തരങ്ങൾ ഒന്നൊന്നായി പുറത്തു കാണിക്കാൻ രാഹുൽ ഗാന്ധിക്ക് തൻ്റെ പ്രസംഗങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന രാമക്ഷേത്രമടക്കമുള്ള മുഴുവൻ അജണ്ടകളും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിലൊക്കെയും പാളിപ്പോയി എന്ന് ബി.ജെ.പി തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. ബി.ജെ.പി ഇപ്പോൾ 400 സീറ്റ് നേടും എന്ന ആത്മവിശ്വാസം പ്രകടമായി ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമല്ല, സംവരണ വിഷയത്തിൽ തട്ടി OBC ദളിത് വിഭാഗങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്കൊപ്പം അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, രാജ്യത്തെ ഏറ്റവും പ്രബലമായ വോട്ട് ബാങ്കാണ് സാധാരണക്കാർ. ഈ സാധാരണക്കാർക്ക് വേണ്ടി ബി.ജെ.പി എന്ത് ചെയ്തു? പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്തു? അംബാനിക്കും അദാനിക്കും റെയിൽവേയും പൊതുമേഖലാ സ്ഥാപനങ്ങളും തീറെഴുതി കൊടുത്തു എന്നതല്ലാതെ സാധാരണക്കാർക്ക്, എന്തിന് കർഷകർക്ക് എന്താണ് മോദി ചെയ്തത് എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായൊരു മറുപടി ഒരു പ്രചാരണ വേദിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നില്ല. മറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ്? മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നമ്മുടെ കെട്ടുതാലി പോലും മുസ്ലിങ്ങൾ കൊണ്ടുപോകും. ഇങ്ങനെയുള്ള പച്ചയായ വർഗീയതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതെവിടെയും യേശുന്നില്ല എന്നും ഈ ഓരോ അജണ്ടകളും, ഈ വർഗീയ വിദ്വേഷ അജണ്ടകൾ എവിടെയും ക്ലിക്കാകുന്നില്ല എന്നും കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ദിവസവും ഓരോരോ അജണ്ടയുമായി രംഗത്തിറങ്ങുന്നത്. മുസ്ലിം വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പ്രഭാഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും ഉത്തരേന്ത്യയിൽ എവിടെയും ഒരു ട്രെൻഡായി ഇതുവരെ മാറിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ 400 സീറ്റ് എന്ന അവകാശവാദം കൊണ്ടുവന്നു, പിന്നെ മുസ്ലിം വിരുദ്ധത ചൊരിഞ്ഞു, രാമക്ഷേത്രം എടുത്തിട്ടു, അതിനിടയിൽ വികസനം എന്ന് പറഞ്ഞു വേറെന്തൊക്കെയോ പറഞ്ഞു, മോദി ഗ്യാരണ്ടി പറഞ്ഞു. ഇതൊന്നും എവിടെയും വേണ്ട വിധത്തിൽ കൊള്ളുന്നില്ല എന്ന് ബി.ജെ.പിക്ക് തന്നെ തിരിച്ചറിവ് വന്നതിൻ്റെ അടയാളമാണ് ഇപ്പോൾ അന്ധമായ വർഗീയത മാത്രം പറയുന്ന രീതിയിൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കൾ മാറുന്നത്.
ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ എവിടെയും, അതായത് പഞ്ചാബ്, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ ഒന്നും കാര്യമായി പ്രചാരണം നടത്താൻ പോലും സാധിക്കുന്നില്ല. ഇന്നും വന്നു പഞ്ചാബിൽ നിന്ന് വാർത്ത, അവിടെ BJP നേതാക്കളെ മുഴുവൻ ജനങ്ങൾ ബാൻ ചെയ്തിരിക്കുകയാണ്. ഹരിയാനയിൽ പല ഗ്രാമങ്ങളിലും BJPക്കാർക്ക് കയറാൻ കഴിയുന്നില്ല. ഇതൊക്കെ BJP നടത്തിയ ഭരണ കെടുകാര്യസ്ഥതയുടെ, അല്ലെങ്കിൽ സാധാരണക്കാരെ, കർഷകരെ, അടിസ്ഥാന വിഭാഗങ്ങളെ, ജനങ്ങളെ പരിഗണിക്കാതെ നടത്തിയിട്ടുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായ ജനങ്ങളുടെ രോഷമാണ്. ആദ്യ 5 വർഷം എന്തൊക്കെയോ സംഭവിക്കും എന്ന മട്ടിൽ മോദി ഒരു ഇഫക്റ്റ് ഉണ്ടാക്കി. മോദി തരംഗമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം എന്നുള്ളത് പ്രകടമായിരുന്നു. അതാണ് രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് കാരണം. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു തരംഗമൊന്നും കാണാനില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് ഒരു 320 സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് കൃത്യമായി ലഭിക്കുമെന്നാണ്. 300 മുതൽ 320 സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന വ്യക്തമായ ധാരണ 6 ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജൂൺ 1-ന് 7ാം ഘട്ട തെരഞ്ഞെടുപ്പ് തീരുന്ന അന്ന് വൈകിട്ട് 7 മണിക്ക് ഇന്ത്യ മുന്നണി നിർണായകമായ യോഗം വിളിക്കുന്നത്. ഐക്യത്തോടുകൂടി ഒന്നിച്ചു നിൽക്കുക, ഇടഞ്ഞു നിൽക്കുന്ന മമതാ ബാനർജി അടക്കമുള്ളവരെ ചേർത്ത് നിർത്തി എങ്ങനെ BJP അധികാരത്തിൽ വരാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി എങ്ങനെ നീങ്ങാമെന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രം. അതായത് എല്ലാവരെയും ഒരുമിപ്പിക്കുക. കോൺഗ്രസ് ഈ ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ്. ആ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ വലിയ തോതിലുള്ള ഒരു ഐക്യത്തിന് വേണ്ടിയുള്ള കളം ഒരുങ്ങുകയാണ്. അതും BJPക്ക് വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രചാരണങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ, രാഹുൽ ഗാന്ധി ഫാക്റ്റ് വെച്ച് പറയുന്ന സത്യങ്ങൾ, ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. അതായത് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ ചില കോർപ്പറേറ്റുകളിലേക്ക് എത്തപ്പെട്ടു എന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോൾ പൊതുവിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം പല കാരണങ്ങൾ കൊണ്ടുണ്ട്. കർഷകരും സാധാരണക്കാരും ഒക്കെ അടങ്ങുന്ന മെജോറിറ്റി വോട്ട് ബാങ്ക് ഇത്തവണ ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെയാണ്. ആ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയ ആ ഒരു പൾസാണ് അവരുടെ വലിയ ആത്മവിശ്വാസത്തിന് കാരണം. 1-ാം തീയതി യോഗം ചേരുന്നു എന്ന് പറയുന്ന യോഗത്തിലേക്ക് നയിച്ച ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ഇനി ഇപ്പോൾ തമിഴ്നാട്ടിൽ DMKയുടെ കാര്യമാണെങ്കിൽ കേന്ദ്രമന്ത്രിമാരാകേണ്ടവരുടെ ലിസ്റ്റ് പോലും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും DMK മുന്നണി തുടങ്ങിയിട്ടുണ്ട്. ആരൊക്കെ DMKയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിമാരാവണം, കേന്ദ്രത്തിൽ എന്തൊക്കെ പദവികൾ വേണമെന്നത് സംബന്ധിച്ച് DMK ചർച്ചകൾ തുടങ്ങിയായി കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. അതിൻ്റെ ഏതോ ഒരു പ്രാഥമിക ലിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ്. BJPക്കാണെങ്കിൽ 2019 പോലെ ഒരു ട്രെൻഡ്, ഒരു തരംഗം ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ മോദി ഇഫക്റ്റ് ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ മോദി കാ ഗ്യാരണ്ടി എന്ന പ്രചാരണം അവർ തുടർന്ന് പോകേണ്ടതാണ്. പക്ഷേ ഇത്തവണ മോദി കാ ഗ്യാരണ്ടി എന്നത് ആദ്യഘട്ടം കഴിഞ്ഞ് പിന്നെ BJP പറഞ്ഞിട്ടില്ല. പിന്നെ പറയുന്നത് നേരെ മുസ്ലിം വിഭാഗത്തിനെതിരെ വിദ്വേഷം, വെറുപ്പിൻ്റെ രാഷ്ട്രീയമൊക്കെയാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി നോക്കുക, എത്ര കൂളായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ആൾ കൂടുകയാണ്. അത് ചെറിയ ആൾക്കൂട്ടമൊന്നുമല്ല. ഒരു പ്രതീക്ഷാനിർഭരമായ ഒരു നേതാവ് വരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ തലവൻ വരുന്നു, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനിയാകാൻ, അത് പ്രധാനമന്ത്രി എന്നുള്ളതല്ല, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഈ ഭരണം ഇനി ഇന്ത്യ മുന്നണി ഭരിക്കുകയാണെങ്കിൽ അതിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരാൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രതിനിധി, ജനകോടികൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ആ ഒരു പൾസ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ്. അദ്ദേഹം രാജ്യത്തിൻ്റെ തെക്ക് വടക്ക് നടന്നപ്പോൾ പലരും ഇവിടെ ഇരുന്ന് കളിയാക്കി. പപ്പമോൻ ഡയറ്റിങ്ങിന് വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ പിന്നെ ഓരോ സംസ്ഥാനങ്ങൾ പിന്നിടുമ്പോൾ, പ്രത്യേകിച്ച് കശ്മീരിലും ലഡാക്കിലും ഒക്കെ രാഹുൽ ഗാന്ധി എത്തിയ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയൊരു വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണ എന്ന് പറയുന്നത് BJPയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞതാണ്. കാരണം അത്രയും വലിയ പിന്തുണയൊന്നും രാഹുൽ ഗാന്ധിക്ക് ഉത്തരേന്ത്യയിൽ കിട്ടും, പ്രത്യേകിച്ച് UP ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും കിട്ടും എന്നുള്ളത് BJP സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. ആ പദ്ധതികളുടെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി ഓരോ സംസ്ഥാനങ്ങളിലും കയറി ഇറങ്ങി അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചത്. അതിനെ തുടർന്നാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പദ്ധതി കോൺഗ്രസ് ഉണ്ടാക്കുന്നത്, തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് ആക്ഷൻ പ്ലാൻ കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. അതൊക്കെ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് വെറുപ്പ്, വിദ്വേഷം, വർഗീയത ഇതൊക്കെ പറയുന്ന ഒരു BJPയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയെ ജനങ്ങളെ കൊണ്ട് തന്നെ എതിർത്ത് നിർത്തിക്കുക. അതാണ് കോൺഗ്രസ് കാണുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത്
BJP വിദ്വേഷവും വർഗീയതയും വെറുപ്പും പറയുമ്പോൾ ഇതൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടത് എന്ന് ജനങ്ങളെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്ന വിധത്തിൽ കോൺഗ്രസ് ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ന്യായ് പദ്ധതി, ആ ന്യായ് പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് വലിയ വാഗ്ദാനങ്ങളല്ല, അത് തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ നടപ്പാക്കി കഴിഞ്ഞവർ. അപ്പം നടക്കുന്ന വാഗ്ദാനങ്ങൾ, പെൻഷൻ കൊടുക്കുന്നു, വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്നു, ഗ്യാസിൻ്റെ പൈസ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ വാഹനങ്ങളിൽ പൊതുഗതാഗത സംവിധാനത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊണ്ടുവരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മറുവശത്ത് എന്താണ്? മറുവശത്ത് വർഗീയത, വിദ്വേഷം, വെറുപ്പ്, മുസ്ലിം വിരുദ്ധത, ഇതൊക്കെയാണ് മറുവശത്തിൻ്റെ ഒരു ട്രെൻഡ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ ജനങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ ഈ വർഗീയതയും വെറുപ്പും ക്ഷേത്രവും വിദ്വേഷവും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് BJP പറയുന്നതല്ലാതെ പുതിയൊന്നും വരുന്നില്ല. അപ്പം നമുക്കറിയാം, റോഡുകൾ നിർമ്മിക്കുന്നു, റെയിൽ വികസിപ്പിക്കുന്നു. ശരിയാണ്, BJP വികസിപ്പിക്കുന്നില്ല ചോദിച്ചാൽ വികസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ധനത്തിൽ നിന്ന്, അതായത് പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ നിന്ന് എത്ര കോടി രൂപയാണ് കേന്ദ്രത്തിന് കിട്ടുന്നത്? GST ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതിലൂടെ നമ്മളിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് പോകുന്ന പൈസ വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അത് വെച്ച് റോഡുകളും അതുപോലെ പാലങ്ങളും ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഡ്യൂട്ടിയാണ്, അവരത് ചെയ്യുന്നുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ മോദിജി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതുപോലെ അല്ലെങ്കിൽ BJP അവരുടെ പാർട്ടി ഫണ്ട് എടുത്ത് ചെലവഴിച്ചതുപോലെയാണ് BJP ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. നെഹ്റുവിൻ്റെ കാലം മുതലേ ഈ രാജ്യത്തെ വികസന കുതിപ്പിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ആണ്, അത് നമ്മൾ മറക്കരുത്. ഒരു സുപ്രഭാതത്തിൽ പ്രധാനമന്ത്രിയായി മോദി വന്നതിന് ശേഷമല്ല ഇന്ത്യ മാറിയത്. ഇന്ത്യയിൽ വേറെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർഗീയത വർദ്ധിച്ചു, അതുപോലെ തന്നെ വിദ്വേഷം വർദ്ധിച്ചു, വെറുപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായി എന്നല്ലാതെ അടിസ്ഥാനപരമായ വികസനം എന്നത് കോൺഗ്രസിൻ്റെ സംഭാവനയാണ് ഇന്ത്യക്ക്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കൊരു വാല്യൂ ഉണ്ടാക്കി തന്നത് കോൺഗ്രസ് ഭരണകൂടമാണ്. നെഹ്റു ഒക്കെ തന്നെയാണ് അതിൽ മുന്നോട്ട് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ മോദിയെ ഒരു ആൾദൈവമൊക്കെയായി അവതരിപ്പിച്ച് മോദിജി കാരണമാണ് ഇന്ത്യ ഇങ്ങനെ ആയത് എന്നൊക്കെ പറയുന്നത് അത് BJPക്ക് തന്നെ തിരിച്ചടിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 320 സീറ്റ് വരെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. 200 സീറ്റിനടുത്ത് BJPക്ക് കിട്ടിയാൽ കിട്ടിയെന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു കണക്ക്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രതീക്ഷ. എന്ന് മാത്രമല്ല, ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രസംഗങ്ങളിൽ, പ്രചാരണത്തിലൊക്കെ ഒരു വലിയ തരംഗം രാഹുൽ ഉണ്ടാക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുമൊക്കെ വല്ലാതെ സൂപ്പർ ചാർജായി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ മറുവശത്ത് പ്രധാനമന്ത്രി ആയിക്കൊള്ളട്ടെ, അമിത്ഷാ ആയിക്കൊള്ളട്ടെ, ഇവരുടെ മുഖത്തൊക്കെ ഒരു നിരാശ, ആത്മവിശ്വാസക്കുറവ് പ്രകടമാണ്. എന്ന് മാത്രമല്ല, പുതുതായൊന്നും ജനങ്ങളിലേക്ക് ഇവർക്ക് പറയാനില്ല. പറയുന്നത് അത്രയും വിദ്വേഷം, വർഗീയത, വെറുപ്പ് ഒക്കെയാണ്. എന്തായാലും ഇപ്പോൾ ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ്. ജൂൺ 4-ന് റിസൾട്ട് വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ എത്രത്തോളം വലുതാകും, അല്ലെങ്കിൽ അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് രാജ്യത്ത് ഭരണം തുടരാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രചാരണങ്ങൾ രാഹുൽ ഗാന്ധിയും സംഘവും നടത്തുന്നത്.